കഴിഞ്ഞ 8 വർഷക്കാലമായി SFI അടക്കി വെച്ചിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം അവർക്ക് നഷ്ടപ്പെടുകയും KSU MSF നേതൃത്വം കൊടുക്കുന്ന മുന്നണി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സാരഥ്യം ഏറ്റെടുത്തതിനു ശേഷം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾക്കാണ് SFI നേതൃത്വം കൊടുത്തത്. അതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ തൃശൂർ ജില്ലയിലെ മാളയിൽ വെച്ച് നടന്ന ഡീസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. കഴിഞ്ഞ 4 ദിവസക്കാലമായി തൃശൂരിലെ മാളയിൽ വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവം നടക്കുകയാണ്. ആദ്യ ദിവസം മുതൽ തന്നെ ഈ കലോത്സവത്തെ അലങ്കോലമാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് SFI ജില്ലാ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി അവരുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ 3 ക്യാമ്പസുകളിലെ SFI യൂണിറ്റ് കമ്മിറ്റി പരിപാടി പൂർണ്ണമായ രീതിയിൽ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ 4 ദിവസം മുൻപുണ്ടായ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള കലാപാഹ്വാനമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ SFI സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ തങ്ങളുടെ അണികളെ, തങ്ങളുടെ പ്രവർത്തകരെ ഇറക്കി വിട്ടുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തെ അലങ്കോലമാക്കുവാൻ എത്ര വികൃതമാണ് SFIയുടെ മനസ്സ് എന്ന് കേസ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ വിഷയങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി നിരന്തരമായി KSUവിന്റെ സഹപ്രവർത്തകരെ, ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകളെ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സനെ, സ്റ്റേജ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെ നിരവധി തവണ അസഭ്യവർഷം നടത്തുകയും കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നു. നിരവധിയായ തവണ ഞങ്ങൾ പോലീസ് അധികാരികളുടെ അടുത്ത് അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും അവരുടെ അടുത്ത് ഇടപെടലുകൾ നടത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോഴും കേവലം 10-ൽ താഴെ മാത്രം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവിടെ വിന്യസിച്ചിരുന്നത്. വലിയ രീതിയിലേക്കുള്ള സംഘർഷ സാഹചര്യം അവിടെയുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. അവർ അതിനെ മുഖവിലക്കെടുക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം SFI എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവമായിട്ട് ഉണ്ടായ ഒരു സംഘർഷം. അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കേവലം 10 സെക്കൻഡിൽ താഴെയുള്ള വിഷ്വൽസ് എന്ന് പറയുന്നത് ആ ദിവസം തന്നെ ഉണ്ടായ 3ാമത്തെ ഇൻസിഡന്റ് ആണ്. അവിടെ സ്റ്റേജ് 2-ൽ സ്കിറ്റ് മത്സരം കഴിയുന്നു. അതിനുശേഷം വിധികർത്താവായിട്ടുള്ള ലേഡി ആയിട്ടുള്ള വിധികർത്താവ് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ SFI അവരെ തടയുന്നു. അവിടെ നിന്ന് ഷോവേറുകൾ ഉണ്ടാകുന്നു. അവർ സ്റ്റേജിൽ കൈയാളുന്നു. കർട്ടൻ പോലും ഉയർത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് അവർ അവിടെ വലിയ രീതിയിലേക്കുള്ള സംഘർഷങ്ങൾ അഴിച്ചുവിടുന്നു. KSUവിന്റെ സഹപ്രവർത്തകരെ, KSUവിന്റെ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ മൃഗീയമായിട്ട് ആക്രമിക്കുന്നു. അതിന്റെ ഭാഗമായി ഉണ്ടായ പ്രത്യാക്രമണമാണ് കഴിഞ്ഞ ദിവസം അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. SFI നടത്തുന്ന വലിയ രീതിയിലേക്കുള്ള അക്രമ പരമ്പരകൾ അവർ അവസാനിപ്പിക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവം നല്ല രീതിയിൽ നടത്തണമെന്നൊരാഗ്രഹമാണ് KSUവിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അല്ല, ഒരിക്കലുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അന്നേ ദിവസം ഉണ്ടായ 3ാമത്തെ ഇൻസിഡന്റ് ആണിത്. ഇപ്പൊ ഈ അടുത്ത അരമണിക്കൂറിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ SFI തുടക്കം കുറിക്കുന്നതിന്റെ വിഷ്വലുകൾ പല മാധ്യമങ്ങളിലൂടെയും വരുന്നുണ്ട്. അതായത് സ്റ്റേജുകളിൽ മുഴുവൻ SFI കൈയാളിക്കൊണ്ട് അവിടെ വലിയ രീതിയിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയാണ്. ഞങ്ങൾക്ക് സ്വാഭാവികമായും പ്രതിരോധത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് അവിടെ നിലയുറപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായും സംഘാടകരെന്ന നിലയിൽ നല്ല രീതിയിൽ കലോത്സവം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ കലോത്സവത്തിലെ ഓരോ ഇനങ്ങൾ കഴിയുമ്പോൾ തന്നെ SFIക്കാർ സ്റ്റേജിലേക്ക് ഇരച്ചു വരികയാണ്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേജിലേക്ക് ഇരച്ചു വരികയാണ്. പരിപാടിയുടെ ഇടയിൽ അതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. അവിടെ ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള 3 ക്യാമ്പസിലെ യൂണിറ്റ് കമ്മിറ്റികൾക്ക് അവർ നിർദ്ദേശം നൽകി ആസൂത്രിതമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മത്സരങ്ങൾ കഴിയുമ്പോഴും അവിടെ ആ ജില്ലയിലെ 68ഓളം ക്യാമ്പസുകൾ മാറ്റിവെച്ച ഒരു കലോത്സവമാണ്. ഒരു ക്യാമ്പസിന് എല്ലാ ഇവന്റിലും 1ാം സ്ഥാനത്തേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവിടുത്തെ യൂണിറ്റ് പ്രവർത്തകർ അവിടെ വരികയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വായിച്ചെടുക്കാനാകും? SFIയുടെ ആസൂത്രണം തന്നെയാണ്. ഇത് നല്ല രീതിയിൽ നടക്കരുത് എന്നവരുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് അരങ്ങേറിയ മുഴുവൻ പ്രശ്നം. അല്ല, നല്ല രീതിയിൽ അത് നടത്തണമെന്നും അത് പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് KSUവിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് തുടക്കം മുതൽ ഞങ്ങൾ ശ്രമിച്ചത്. എന്നാൽ കലോത്സവം നടത്തരുത് അല്ലെങ്കിൽ നടക്കരുത്, നല്ല രീതിയിൽ മുന്നോട്ട് പോകരുത് എന്ന് SFIയുടെ അജണ്ടയാണ്. അതിനവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയാണ്. അവിടുത്തെ മുഴുവൻ പ്രാദേശികമായിട്ടുള്ള പാർട്ടി മിഷണറിയും SFIക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ കലോത്സവത്തെ നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏത് വിധേനയും ഈ കലോത്സവം പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് KSUവിന്റെ നിലപാട് വിഷയത്തിൽ.